രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അവൽ വിളയിച്ച വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി 4 മണി ചായ നേരങ്ങളിൽ അവൽ വിളയിച്ചത് കഴിച്ചാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കാദ്യം കാഷ്യൂ നട്ട്സും കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂ നട്ട്സ് തട്ടിയിട്ടുണ്ട്. ഇനി കപ്പലണ്ടി തട്ടി കൊടുക്കാം. ഇനി കുറച്ച് എള്ള് ചേർക്കാം. എള്ള് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വയ്ക്കാം. ഒരു ഉരുളി വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ ചിരകി എടുത്തതാണ്. അത് ആ നെയ്യിലേക്കിടാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാണ്. തേങ്ങയുടെ ഈർപ്പം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം. 350 ഗ്രാം ശർക്കര 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തതാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് വരണം. അല്പം വെള്ളം നിൽക്കേ നമുക്ക് അവൽ തട്ടാം. കുറച്ചുകൂടെ ഈ ശർക്കരയുടെ പാവ് ഒന്ന് കുറുകി വരണം. ഒരു 3/4 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നാനൂറ് ഗ്രാം അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിൽ നിന്നും അല്പം കൂടെ കുറച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി ചേർക്കണം. ഇനി കാഷ്യൂ നട്ട്സും കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അവൽ പ്രത്യേകം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ശർക്കര പാവിൽ കിടന്ന് തന്നെ ഇതെല്ലാം നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല കഴിക്കാൻ നല്ല മുരുമരാന്നിരിക്കും. ഈ ഓരോ അവലും 2 ആഴ്ചയോളം തന്നെ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. 4 മണി നേരങ്ങളിൽ നമുക്ക് ചായയൊക്കെ കഴിക്കുന്ന സമയത്ത് കുറേശ്ശെ എടുത്ത് ഇത് കഴിക്കാം. ഫ്ലെയിം ഓഫാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. അല്പം നേരം ഇങ്ങനെ പൊത്തി വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അവൽ വിളയിച്ചതിൽ പട്ടാണി കടല ചേർക്കുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇത് നല്ല മിച്ചറൊക്കെ കഴിക്കുന്നവർ നല്ല മുരുമുരായിരിക്കും. എരിവുണ്ടാവത്തില്ല, മധുരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.